മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പുണർതം 4-ാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ജനുവരി 28-ാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശുക്രൻ നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. രാശി മാറുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ മീനത്തിലേക്കാണ്. ഇവിടെ ശുക്രൻ മെയ് 31-ാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും. സാധാരണ 28 ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മീനത്തിൽ ഏകദേശം 4 മാസത്തോളം സഞ്ചരിക്കുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് മാർച്ച് 2-ാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതും പിന്നീട് ഏപ്രിൽ 13-ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ഏകദേശം 43 ദിവസത്തോളം ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ ധനം, സമ്പത്ത്, സന്താനം, ഐശ്വര്യം, സുഖഭോഗവിലാസങ്ങൾ, ആർഭാട വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. 4-ഉം 11-ഉം ഭാവങ്ങളുടെ അധിപൻ ശുക്രൻ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധനവുണ്ടാക്കുന്നതായിരിക്കും. 9-ാം ഭാവം ദൂരയാത്രകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് വിദേശയാത്രകളും ആകാം. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. ഇതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ശുക്രനോടൊപ്പം മീനത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട്. രാഹു 9-ൽ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് മങ്ങലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയോ അതല്ലെങ്കിൽ വളഞ്ഞ വഴികളിൽ കൂടെ പൈസ ഉണ്ടാക്കാനുള്ള പ്രേരണയോ ഒക്കെ നൽകുന്നതായിരിക്കും. പക്ഷേ ഇതിലൊന്നും പെടാതെ ശ്രദ്ധയോടെയും വിവേകപൂർവവും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ കുറച്ചൊക്കെ കുറയ്ക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. 9-ാം ഭാവം ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് രാഹു ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അകൽച്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യവും ശ്രദ്ധയിലുണ്ടായിരിക്കണം. നിങ്ങൾ ധാർമ്മിക കാര്യങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുന്ന പക്ഷം രാഹുവിൻ്റെ പ്രഭാവവും കുറയുന്നതായിരിക്കും. ശുക്രൻ ഉച്ചസ്ഥനായി 9-ൽ നിൽക്കുന്നത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇത് നല്ല സമയമായിരിക്കും. ശുക്രൻ 4-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്നത് നിങ്ങളുടെ സുഖങ്ങളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഭൂമി, ഭവനം, മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ റിപ്പയറിങ്ങോ മറ്റും ചെയ്യുവാനും സാധ്യതകളുണ്ട്. പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും. വീട്ടിലേക്ക് ലക്ഷറി ഐറ്റംസ്, ആഭരണങ്ങൾ എന്നിവ വാങ്ങാനും സാധ്യതകളുണ്ട്. ശുക്രൻ ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ, വഴിത്തിരിവുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത് വിവാഹം കഴിക്കുന്നതോ ആദ്യമായി കരിയറിൽ പ്രവേശിക്കുന്നതോ സന്താനപ്രാപ്തിയോ ഒക്കെ ആകാനാണ് സാധ്യതകൾ. ശുക്രൻ മീനത്തിൽ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള ഗുരുവിൻ്റെ നക്ഷത്രത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത്. അതായത്
പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിലേക്ക്. ഗുരു നിങ്ങളുടെ 6, 9 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഗുരു ഈ സമയത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുരുവിൻ്റെ ഫലങ്ങൾ അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത്. 2025 ഫെബ്രുവരി 1-ാം തീയതി ശുക്രൻ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ശനി നിങ്ങളുടെ 7, 8 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നതും 8-ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. മാർച്ച് 29-ാം തീയതി ശനി രാശി മാറുമ്പോൾ അഷ്ടമശനിയുടെ പ്രഭാവവും മാറുന്നതായിരിക്കും. ശനി 8-ൽ നിൽക്കുന്ന സമയത്ത് തന്ത്രമന്ത്ര പൂജാതി കാര്യങ്ങളിൽ നിങ്ങളുടെ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. 7-ാം ഭാവാധിപൻ 8-ൽ നിൽക്കുന്നത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മാർച്ച് 2-ാം തീയതി ശുക്രൻ മീനത്തിൽ വക്രഗതിയിലാകുന്നതാണ്. ഏപ്രിൽ 13-ാം തീയതി വരെ ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ശുക്രൻ്റെ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അത് കിട്ടുവാൻ കുറച്ച് താമസമെടുക്കുന്നതായിരിക്കും. അതായത് ലേറ്റായിട്ടായിരിക്കും കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആദ്യം ചില കാര്യങ്ങളിൽ തടസ്സം വരും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറുന്നതുമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങൾ, കുടുംബസ്വത്ത്, ഉപരിപഠനം, കരിയർ, ബിസിനസ് എന്നീ ഫീൽഡിലെല്ലാം ഇത് അനുഭവപ്പെടുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട്. ഏപ്രിൽ 25-ാം തീയതി ശുക്രൻ തിരിച്ച് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിക്കുന്നതായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ശനി അവിടെ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കും. അതായത് മാർച്ച് 29-ാം തീയതിയാണല്ലോ ശനിയുടെ രാശിമാറ്റം. ഇതോടെ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതായിരിക്കും. 9-ാം ഭാവത്തിൽ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ കൂടുതൽ വർധനമുണ്ടാക്കും. കാര്യങ്ങൾ വിഘ്നങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമാക്കുന്നതായിരിക്കും. വിദേശ യാത്രകളും മറ്റും ചെയ്യുന്നതാണ്. ശനി 7-ാം ഭാവാധിപനുമാണല്ലോ. ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് കാണാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബസ്വത്തിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. തടസ്സപ്പെട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വിഘ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും. മെയ് 16-ാം തീയതി ശുക്രൻ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. രേവതി ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ബുധൻ നിങ്ങളുടെ 3-ഉം 12-ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഈ സമയത്ത് ഇൻ്റർവ്യൂവും മറ്റുമുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും. ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കുന്നതാണ്. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. കൂടുതൽ നിക്ഷേപങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതായത് പുതിയ ജോലി, ട്രാൻസ്ഫർ എന്നിവ നടക്കുവാൻ സാധ്യതകളുണ്ട്. IT, മീഡിയ, കമ്പ്യൂട്ടർ, കമ്മ്യൂണിക്കേഷൻ എന്നീ ഫീൽഡിലുള്ളവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഇതാണ് ശുക്രൻ്റെ മീനത്തിലേക്കുള്ള രാശിമാറ്റം കർക്കടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.